ഓക്കെ, അപ്പോൾ നമ്മളെ +1 മാത്സിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ആണ് ചർച്ച. ഞാൻ അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മളെ കുറച്ച് കുട്ടികൾ പറഞ്ഞായിരുന്നു ഒരു എടുങ്ങാറാകുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്ട്രാറ്റജി വീഡിയോ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് എന്തെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്, ഏതെല്ലാം ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതെല്ലാം ചാപ്റ്റേഴ്സ് വേണ്ടിക്കൽ സ്കിപ്പ് ചെയ്യാം, അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു സബ്സ്ക്രൈബർ ഡെഡിക്കേഷൻ വീഡിയോ ആയിട്ട് ഞാൻ കൂട്ടുവാണ്. ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ദാറ്റ് പേഴ്സൺ ഹു ആസ്ക് ഫോർ ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് മാത്സിൽ A+ ആണ്. അപ്പോൾ അതാണ് സ്ട്രാറ്റജി. നിങ്ങൾ പല സ്ട്രാറ്റജി വീഡിയോസും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ദേ ആർ ഓൾ സം കൈൻഡ് ഓഫ് ബുൾഷിറ്റ്. കാരണം നമുക്ക് എന്താണ് വേണ്ടത് അതല്ല ആക്ച്വലി അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മാത്സിൽ ഇനി ചെയ്യേണ്ടതെന്നില്ല. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അധികം നേരം വലിച്ചു നീട്ടിയിട്ട് നിങ്ങളെ സമയം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം യുവർ ടൈം ഇസ് മോർ വാല്യുബിൾ ഫോർ മീ. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്തോളം നീങ്ങാത്തതാക്കിൻ്റെയാണ്. ഓക്കെ, നമ്മളെ വെയിറ്റേജിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെയിറ്റേജിനെ പറ്റി പറയുമ്പോൾ ഇത് 2024, അതായത് നിങ്ങളെ സീനിയേഴ്സ് എഴുതിയ +1, അവർ +1 ഇല്ലാമത്ത് എഴുതിയ കൊല്ലമാണ് 2024. അതിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജ് ഇൻക്ലൂഡിങ് ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചോയ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഓരോ പാഠത്തിലുള്ള വെയിറ്റേജ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് സെറ്റ്സ്, എളുപ്പമുള്ള പാടാണ്. അതിൽ 5.5, ഈ 5.5 എന്ന് വെച്ചാൽ അതായത് ഈ 5.5 ഉദ്ദേശിക്കുന്നത് ഒന്നിക്കൽ 5ലേക്ക് 5 മാർക്ക്, അല്ലെങ്കിൽ 6 മാർക്കിലേക്ക് ഇൻക്രീസ്. അപ്പോൾ സാധ്യത ഉണ്ട്. അപ്പോൾ ആ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു. 5.5 ആകുമ്പോൾ ഒന്നിക്കൽ 5 മിനിമം കുറവാണെങ്കിൽ 6 ആകുമ്പോൾ കൂടുതൽ. അപ്പോൾ 5 to 6 റേഞ്ചിൻ്റെ ഇടയിൽ മാർക്കിൽ സെറ്റ്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ റിലേഷൻസ് എന്നും 5.5 മാർക്ക്. അപ്പോൾ 5 മാർക്കിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യന്. ട്രിഗ്നോമെട്രിയിൽ 6.5, അതായത് 6 to 7. ഒന്നിക്കൽ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് മീൻസിലേക്ക് നമ്മളിപ്പോൾ 6 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ട്രിഗ്നോമെട്രിൻ്റെ ഒരു ചോദ്യം ചോദിക്കുക. പിന്നെ 1 മാർക്കിന് എവിടെയാണ് ചോദിക്കുക, ആ 1 മാർക്കിന് ഒരു സെക്ഷൻ എവിടെയെങ്കിലും 1 മാർക്കിനൊരു ഒരു ട്രിഗ്നോമെട്രിന്ന് ഒരു 1 വേർഡ് പോലത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു ഇപ്പോൾ കോസ് എക്സ് എന്നെല്ലാം പറയുന്നില്ല, അങ്ങനത്തെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ അതൊരു മാർക്കിനല്ല, ചിലപ്പോൾ ഓപ്ഷൻസ് എല്ലാം തന്നില്ലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് 6 to 7 മാർക്ക്. കോംപ്ലക്സ് നമ്പേഴ്സ് വെയിറ്റേജ് കുറവാണ്, 4 മാർക്കിന് ചോദിക്കുന്നില്ല, 3 to 4 മാർക്ക്. ലീനിയർ ഇനീക്വാലിറ്റീസും ആകെ ഒറ്റൊരു ക്വസ്റ്റിനെ വരുന്നുണ്ടെങ്കിൽ വരും. നമ്മളെ നോർമലി ചോദിക്കുന്നതാണ് ഇപ്പോൾ ഒരു എക്സ് മൈനസ് 5 is equal to അല്ല ഗ്രേറ്റർ ദാൻ 2x - 3 സോൾവ് ഫോർ എക്സ് എന്നുള്ള പറയുന്നത്. അങ്ങനത്തെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും. PNC എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇത് അത്യാവശ്യം വെയിറ്റേജ് ഇല്ല പാഠമാണ്. പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ വെറൈറ്റിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതാ PNC. ഇത് ഇനിയില്ല, നമുക്ക് ഇനിയും സ്ഥിതി നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ BT എന്ന് പറയുന്ന ബൈനോമിയൽ തിയറം 4 മാർക്കിന് ഏതായാലും ഒറ്റ ക്വസ്റ്റിനെ വരും. നമ്മൾ നിങ്ങളെ ക്രിസ്മസ് എക്സാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. A+B⁴ - A - B ഒറ്റ ക്വസ്റ്റിനെ വന്നിട്ടുണ്ട് ബൈനോമിയലിന്. അങ്ങനത്തെ ഒരു ക്വസ്റ്റിനെ 4 മാർക്കിന് ഒരു ക്വസ്റ്റിനെ വരും. സീക്വൻസ് ആൻഡ് സീരീസിന് 6.5. അപ്പോൾ അതിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. 6 to 7 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ 6 to 7 മാർക്ക് വെയിറ്റേജ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഇത് ഒരു ക്വസ്റ്റിൽ ഒതുക്കാനാവില്ല. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. സ്ട്രേറ്റ് ലൈൻസും അത്യാവശ്യം ജോമെട്രീൻ്റെ പാഠങ്ങളുണ്ട്, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് നല്ല വെയിറ്റേജിൽ വന്നിട്ടുണ്ട്. മറ്റേ സ്ട്രേറ്റ് ലൈൻസ് 3-4 ചോദ്യമാണ് വന്നത്. സ്ട്രേറ്റ് ലൈൻ 6 to 7 മാർക്ക്, കോണിക് സെക്ഷന് 6 to 7 മാർക്ക്. 3Dന് വെയിറ്റേജ് ഒറ്റ ക്വസ്റ്റിനെ വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല, നിങ്ങൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് +2 പഠിക്കുന്നത്. നമ്മളെ ഒരു ഒക്ടൻ ഒരു ഫിഗർ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ല, ഇങ്ങനെ ഒരു ക്യൂബ് പോലത്തെ ഒരു സാധനം എന്നിട്ട് അതിൻ്റെ ഓരോ പ്രിസം തോന്നില്ല, പ്രിസം എന്നിട്ട് ഓരോന്നിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പിന്നെ ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആ കാറ്റഗറിയിലെല്ലാം ക്വസ്റ്റ്യൻ വരും. ലിമിറ്റ്സ് ഇതിലേറ്റവും കൊമ്പനാണ്. 8 മാർക്കിന് ഡയറക്റ്റ് 7.5 എന്നല്ല പറഞ്ഞാൽ 8 മാർക്സ്. 3 to 4 ക്വസ്റ്റ്യൻസ് ഏടുന്ന് വരും ലിമിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ വരും. അപ്പോൾ ലിമിറ്റ്സിൽ എന്തുണ്ട്, കണ്ടിന്യൂറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നോക്കുന്നത്, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് വരും. അതേപോലെ അതിൻ്റെ വേറൊരു ടോപ്പിക്കിൽ ഡിഫറൻഷ്യബിലിറ്റി നിങ്ങളിപ്പം പഠിക്കുന്നുണ്ടാവും. മറ്റേ d/dx ഓഫ് x² = 2x എന്നെല്ലാം പറയുന്ന ആ ടോപ്പിക്കിന്. അത് ആക്ച്വലി ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് തരുക. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) = sin x യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അങ്ങനെല്ലാം പറഞ്ഞിട്ടില്ല, കുറച്ച് വെറൈറ്റി ക്വസ്റ്റൻസ് വരുന്ന പാഠമാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ഏത് നമ്മുടെ കുറേ ഡാറ്റയെല്ലാം തന്നിട്ട് ടേബിൾ വരച്ചില്ലേ, അത് സ്റ്റാറ്റിസ്റ്റിക്സ്. പ്രോബബിലിറ്റീന് എന്തോ പറ്റിയേ, എന്നോട് മിസ്റ്റേക്ക് പറ്റിയപ്പോൾ അതുകൂടെ എന്തെങ്കിലും കാണുന്നില്ല. പ്രോബബിലിറ്റി ഏകദേശം
എന്താണ് ആകെ ഒരു ക്വസ്റ്റിനിൽ 1 to 2 ക്വസ്റ്റ്യൻസ് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇനി നോക്കുവാണെങ്കിൽ ഇനി എന്താ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ എന്താണ് 2024 പബ്ലിക് എക്സാം നിങ്ങൾ സീനിയേഴ്സ് എഴുതിയതിൻ്റെ സ്ഥിതി. അതിൻ്റെ തൊട്ട് മുൻപിൽ ആ പബ്ലിക് എക്സാമിൻ്റെ തൊട്ട് മുൻപിലെ മോഡൽ എക്സാമിലേക്ക് പോവാം. 2024 മോഡൽ എക്സാം. അത് അന്നേരം നമുക്ക് അതിൻ്റെ വെയിറ്റേജ് നോക്കാം. ഇത് ആക്ച്വലി ഞാൻ എന്താണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. മറ്റേത് ഞാൻ ഒരു എന്താണ് യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്ത ഡാറ്റ. ഇത് ഞാൻ എൻ്റെ സ്വന്തം എന്താണ് നിലക്ക് ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ സെറ്റ്സ് എന്ന് നിങ്ങൾ നോക്കി നോക്ക് 7 മാർക്കിന്. അതായത് ഞാനിവിടെ ഏതെല്ലാം കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസ്, അതായത് ഈ 3+4 എന്ന് പറയുന്നത് 3 മാർക്കിന് ഒരു ക്വസ്റ്റിനും 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ കൂട്ടിയിട്ട് ടോട്ടൽ 7 മാർക്കിന് സെറ്റ്സ് എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് 7 മാർക്കിന്. അപ്പോൾ എന്താ 3+4. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ട്രിഗ്നോമെട്രി ഇന്ന് 6 മാർക്കിനില്ല. 6 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ശരിക്കും 6 മാർക്കിൻ്റെ കാറ്റഗറിയിൽ സബ് എ, സബ് ബി, പിന്നെന്താണ് പിന്നെ സബ് സി. അതെങ്ങനെയായിരിക്കും വരിക ക്വസ്റ്റ്യൻ? ഇപ്പോൾ ആ സബ് എ എന്ന് പറയുന്നത് ഇപ്പോൾ 25 ഡിഗ്രി സിക്കൽ ടു എത്ര റേഡിയൻ സിക്കൽ എത്ര ഡിഗ്രി, അല്ലെങ്കിൽ ആ ഡിഗ്രി സിക്കൽ എത്ര റേഡിയൻ. രണ്ടാമത്തെ ക്വസ്റ്റിന് ഒരു ചെറിയൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റിന്. മൂന്നാമത്തത് കുറച്ചും കൂടി ടഫ് ആയിട്ടില്ല ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റിന്. അപ്പോൾ 1 + 2 മാർക്ക് + 3 മാർക്കിൽ 6 മാർക്ക്. അങ്ങനെ ട്രിഗ്നോമെട്രി വരുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 മാർക്ക് വെയിറ്റേജ്. ലീനിയർ ഇനീക്വാലിറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അത് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ലീനിയർ ഇനീക്വാലിറ്റി നമ്മൾ കണ്ടപ്പോൾ അവിടെ 4 മാർക്ക്, ഇവിടെ 3 മാർക്ക്. ആ 1 മാർക്ക് പോയി. ആ 1 മാർക്ക് ഒന്നിക്കൽ ഈ സെറ്റ്സിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റിലേഷൻ ഫംഗ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്താ ചെയ്തു തരുന്നതെന്ന് വെച്ചാൽ ഈ എളുപ്പമില്ല പാഠങ്ങളെ വെയിറ്റേജ് കുറച്ചിട്ട് ഈ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പാഠങ്ങളെ വെയിറ്റേജ് ഇങ്ങനെ കൂട്ടുവരുന്നത്. അല്ലാണ്ട് അവർക്ക് തോന്നിയ പോലെ എന്താണ് ഇതിൻ്റെ വെയിറ്റേജ് അതേപോലെ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അതേപോലെ വെച്ചുകൊണ്ട് മറ്റേനെ കൂട്ടാനാവില്ല. അവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ചെയ്യേണ്ടിക്കില്ല. എന്ത് ചെയ്യണം? ഒന്നിൻ്റെ വെയിറ്റേജ് കുറച്ചിട്ടേ മറ്റേനെ കൂട്ടാൻ പറ്റും. അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിൻ്റെ വെയിറ്റേജ് കൂട്ടണം. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. പക്ഷേ എനിക്ക് എന്താ തോന്നിയ പോലെ കൂട്ടാനാവില്ല. ഞാൻ ഈ 3 മാർക്ക് എക്സ്ട്രാ ട്രിഗ്നോമെട്രിയിൽ 6 മാർക്കിനെ പൊതുവെ ട്രിഗ്നോമെട്രി എന്ന് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് എന്താ ഒരു 9 മാർക്കിന് ഈ പ്രാവശ്യം എന്താണ് കുട്ടികളെ കുറച്ച് ബുദ്ധിമുട്ടിക്കണം എന്നില്ല ഒരു ടൈപ്പിലെ മെൻറ്റാലിറ്റി ആയതുകൊണ്ട് എനിക്ക് എന്താണ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ട്. ഒരു 3 മാർക്ക് എക്സ്ട്രാ ചോദിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ പാഠത്തുനിന്ന് അങ്ങനെ എന്താണ് 3 മാർക്ക് വരുന്ന രീതിയിൽ ആ വെയിറ്റേജ് ആ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ കിട്ടിയ 3 മാർക്ക് അതിൽ ഗ്യാപ്പ് വന്ന 3 മാർക്ക് ഉണ്ടല്ലോ, അത് പിന്നെ എന്ന് പറയുന്നത് എനിക്ക് ആ പറയുന്ന കിട്ടിയ 3 മാർക്ക് മാത്രമേ എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും, ട്രിഗ്നോമെട്രിയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളാ പറയുന്ന ഇത് മനസ്സിലാക്കുക, അതിൻ്റെ പിന്നിലുള്ള ലോജിക് മനസ്സിലാക്കുക. ലീനിയർ ഇനീക്വാലിറ്റീസിൻ്റെ വെയിറ്റേജ് കുറഞ്ഞിട്ട് അത് വേറെ എവിടെയോ ബാലൻസ് ആയിട്ടുണ്ട്, വേറെ എവിടെയോ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടെന്നില്ല ഒരു ലോജിക്ക് ആക്കണം. PNC ഞാൻ പറഞ്ഞ 6.5 ആയിരുന്നു. ഞാൻ പറഞ്ഞ 7 മാർക്കിന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് 6.5 എന്ന് പറയുമ്പോൾ 6 to 7 മാർക്ക് ആ റേഞ്ചാണ്. അത് എന്താ വരാത്ത 6 to 7 മാർക്ക്. അപ്പോൾ എന്താ 3+4 3 മാർക്കിനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ സംഭവം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഞാൻ തമാശയല്ല പറയുന്നത്, ഐ എം വെരി സീരിയസ് അബൌട്ട് ദിസ്. ഇത് എല്ലാത്തിനും ഞാൻ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മളെ PNCന്ന് 7 മാർക്കിനെ വെച്ചത്, നമ്മൾ ബൈനോമിയൽ തീർത്തുനിന്ന് 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്ന്, നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് 4 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ വന്ന്, സ്ട്രേറ്റ് ലൈൻസിന് 6 മാർക്കിന് ക്വസ്റ്റ്യൻ വന്ന്. അതിൻ്റെ കാറ്റഗറി ഞാൻ എഴുതിയില്ലെന്ന് തോന്നുന്നു. കോണിക് സെക്ഷൻ 7 മാർക്കിന് ക്വസ്റ്റ്യൻ വന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ, അതായത് 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ. 3D എന്നാകെ ഞാൻ പറഞ്ഞ പോലെ 3 മാർക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. യെസ്, ലീനിയർ ഇനീക്വാലിറ്റീസ് 4 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 3 ആയി. 3D അവിടെ 4 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 3 ആയി. അപ്പോൾ 2 മാർക്ക് ഇവിടെ കൂട്ടി. ടഫായിട്ടില്ല. അപ്പോൾ കോണിക് സെക്ഷൻ ആക്ച്വലി 6 മാർക്കായിരുന്നു, പക്ഷെ എന്താ അത് 7 മാർക്കാക്കി. സെറ്റ്സ് 5.5 മാർക്കായിരുന്നു, പക്ഷെ അത് 7 മാർക്കായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ കുറക്കുന്ന മാർക്കിൽ ഏടിയ വന്ന് ആഡ് ആവുന്നതിലേക്ക് ഇപ്പോൾ ഒരു വ്യക്തത വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ്, എളുപ്പയിലെ പാഠങ്ങളെ വെയിറ്റേജ് കുറച്ചിട്ട് ഇവർ ടഫിലെ പാഠങ്ങളെ വെയിറ്റേജ് ഇങ്ങനെ കൂട്ടി വരും. അതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ലിമിറ്റ്സിൽ ഇത് കണ്ടോ, 9 മാർക്കാണ് എൻ്റെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 8 മാർക്കിനായിരുന്നു പൊതുവെ കഴിഞ്ഞ പോലും ചോദിച്ചത് പബ്ലിക് എക്സാമിന്. ഇവിടെ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏടിയോ വെയിറ്റേജ് ഏടിയോ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഏടിയോ എന്ന് പറയുന്നത് വലിയ ഒരു മാർക്ക് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ലിമിറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3+6 3 മാർക്കിനൊരു ക്വസ്റ്റിനും 6 മാർക്കിനൊരു 3 സബ് കാറ്റഗറിയിലൊരു ക്വസ്റ്റിനും വന്നിട്ടുണ്ട്. മറ്റേ സ്റ്റാറ്റിസ്റ്റിൽ എപ്പോഴും ഇല്ല പോലെ ഞാൻ പറയുന്നില്ല, ഒരു ടേബിൾ എന്നിട്ടില്ല ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന. പ്രോബബിലിറ്റിയിൽ 7 മാർക്കിന് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര, 3+4, അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഇത് ഞാൻ വെയിറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വെയിറ്റേജിൻ്റെ സ്ഥിതി. വെയിറ്റേജ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇത് അതേ സാധനം തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയാനില്ല, നമുക്കെല്ലാം നോക്കാം. നൗ ഫോർ മൈ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചാൽ, ദർ ഇസ് സംതിങ് കോൾഡ്
ദിസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ROI എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇറ്റ് മീൻസ് ബൈ ഇൻവെസ്റ്റിംഗ് ലിറ്റിൽ ടൈം ഓൺ സം സ്മോൾ ചാപ്റ്റേഴ്സ് വി ക്യാൻ സ്കോർ മോർ മാർക്സ് ഇൻ എക്സാം. അപ്പോൾ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ സമയം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഗോൾഡിനെക്കാട്ടും പ്രധാനമായ ഒരു സാധനം. കാരണം അത്ര ദിവസം പബ്ലിക് എക്സാമിനുള്ളൂ. ടൈം ഈസ് മോർ വാല്യുബിൾ ദെൻ ഗോൾഡ് ഫോർ യു പീപ്പിൾ നൗ. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നമ്മൾ എന്താണ് ഡിഫിക്കൽട്ടായി. നമുക്കിപ്പോൾ മാത്സ് ഡിഫിക്കൽട്ടാണ് പൊതുവെ എന്ന് പറയാം. ഞാൻ എല്ലാ കുട്ടികൾക്കും മാത്സ് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊന്നും പറയുന്നൊന്നുമില്ല. ചില കുട്ടികൾക്ക് മാത്സ് ടഫായിരിക്കും, ചില കുട്ടികൾക്ക് ഈസി ആയിരിക്കും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെ ലേണിംഗ് കപ്പാസിറ്റിയിൽ അത് വ്യത്യാസമായിരിക്കും. അത് ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള മാത്സിൻ്റെ ഏത് ലെവലിലുള്ള ആളായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മനസ്സിലാക്കുക. ചില ചാപ്റ്റേഴ്സിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചില ഈസി ചാപ്റ്റേഴ്സിൽ ഈസി ടു ഡു അല്ലെ ഈസി ടു കിൽ ചാപ്റ്റേഴ്സിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിന് കൂടുതൽ മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സിലേക്ക് നിങ്ങളൊരു ഫോക്കസ്, നിങ്ങളെ പരിചയപ്പെടുത്തലാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കതിൽ നോക്കി നോക്കാം അങ്ങനത്തെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അല്ലേ പെട്ടെന്ന് കുറച്ച് അധ്വാനം കൊണ്ട് കൂടുതൽ മാർക്കിലെ കൂടുതൽ കൂലി കിട്ടുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ആ പറഞ്ഞ ചാപ്റ്റേഴ്സ്. ഏതെല്ലാം ചാപ്റ്റേഴ്സാണ്? ലീനിയർ ഇനീക്വാലിറ്റീസ്, സെറ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബൈനോമിയൽ തിയറം ചെറിയ പാടാണ്, എളുപ്പം അത്. പിന്നെന്താ പ്രോബബിലിറ്റി, കോംപ്ലക്സ് നമ്പേഴ്സ്, 3D സീക്വൻസ് ആൻഡ് സീരീസ്. ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ മാർക്ക് പറയാൻ പറ്റുന്ന 1, 2, 3, 4, 5, 6, 7, 8 പാഠം. അതായത് 14 പാഠത്തിൽ 8 പാഠങ്ങൾ. 8 പാഠമാണ്. അതായത് അപ്പോൾ 6 പാഠങ്ങൾ ചോദിച്ചാൽ 6 പാഠം ഞാനപ്പോൾ ഉൾപ്പെടുത്താതെ ഭയങ്കര ടഫാണെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാണ്ടാവല്ലോ. ഈ 8 പാഠങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള പാഠങ്ങളിൽ ഞാൻ പറഞ്ഞുതരും. മറ്റുള്ള പാഠങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതിലില്ല ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. അതും കൂടി നോക്കി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു A+-നുള്ള മാർക്ക് കിട്ടും. അതെങ്ങനെയാണ് A+-ലേക്കുള്ള മാർക്ക് എത്തുമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ നിങ്ങൾ ജീവൻ മുഴുവൻ ഈ പറയുന്ന ഈ 8 പാഠങ്ങളിൽ നിങ്ങൾ യുവർ ഹാർട്ട് ആൻഡ് സോൾ ഷുഡ് ബി ഇൻ ദിസ്. അതായത് ഇതിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനി ഇത് ദൈവം ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പാഠങ്ങളിൽ നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. അത്രയും തറവായിരിക്കണം. അത് എന്താ പറയുക, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നിയത് ഭയങ്കര ടാസ്ക്കാണ്. അത് ഇത്ര ടാസ്ക് അല്ല, വളരെ സിമ്പിളായില്ലെന്ന് പറയാം. നമ്മൾ കുറച്ചൊന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് പറയാൻ പറ്റുന്ന ചാപ്റ്റർ. നമ്മളെന്താണ് അത് ശ്രദ്ധിക്കാത്തതാണ്. നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്ന എല്ലാത്തിനും ഒരേ വെയിറ്റേജ്, അങ്ങനെയല്ല. ഓരോന്നിനും അതിൻ്റേതായ വെയിറ്റേജ് അതെല്ലാം ഗവൺമെൻറ് കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നേ പാഠത്തിന് ഇന്നേ വെയിറ്റേജ്, ഇതിന് ഇത്ര വെയിറ്റേജ് ആണ്, ഇതിന് ഇത്ര കുറച്ച്, ഇതിനത്ര കൂടുതൽ, അങ്ങനെയല്ല കറക്റ്റ് ഒരു വെയിറ്റേജ് ഉണ്ട്. നമ്മളത് മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ എന്നാൽ നമുക്ക് മാത്രം നഷ്ടമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പാഠങ്ങളിൽ നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഫിഡൻസിലേക്ക് നമ്മൾ എത്തണം. അത്ര പ്രാക്ടീസ് നിങ്ങളെടുത്തുനിന്ന് ഇപ്പോൾ ആവശ്യം. അപ്പോൾ എന്താ പണി എളുപ്പമല്ല, പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണിച്ചാൽ നിങ്ങൾ 14 പാഠവും ഒരേപോലെ പഠിക്കുന്നതിന് പകരം ഈ 8 പാഠങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ വകുപ്പായി. ഞാൻ പറഞ്ഞുതരാം. ഫോർ ദ അതർ ചാപ്റ്റേഴ്സ് 8 പാഠങ്ങൾ സ്ഥിതി പറഞ്ഞു. ഇനി ബാക്കിയിൽ ഒരു 6 ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ മെൻഷൻ ചെയ്യാത്ത കുറച്ച് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ ഗീവ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദീസ് ചാപ്റ്റേഴ്സ് ദാറ്റ് ഹാസ് മോസ്റ്റ് പ്രോബബിലിറ്റി ടു കം ഇൻ എക്സാം. ഞാൻ മെൻഷൻ ചെയ്യാത്ത ചാപ്റ്റേഴ്സല്ലോ അതിന്ന് വരാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും കാരണം ഞാൻ കുറേ കാലം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാം ഒരു പാഠത്തുനിന്ന് ഒരാൾക്ക് ഏറ്റവും ഫേവററ്റ് ആയി ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എക്സാമിന് വരാൻ സാധ്യതയില്ല ചില ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പാഠത്തിൽ നിന്ന് പഠിച്ചാൽ മതി. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിസ്ക്. ലൈഫിൽ നമ്മൾ റിസ്ക് എടുത്തില്ല. ഞാൻ പഠിച്ചൊരു കാര്യം അതെന്ന് പറയുന്നത്, നമ്മൾ ലൈഫിൽ റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ലൈഫിൽ റിസ്ക് എടുക്കാത്ത ഇന്നേവർ ഒരാൾ പോലും സക്സസ്ഫുൾ ആയിട്ടില്ല. ഐ ഹവ് ടേക്കൺ മെനി റിസ്ക്സ് ഇൻ മൈ ലൈഫ്. അങ്ങനെ പല റിസ്കുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്നീ കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ എല്ലാം പഠിക്കാൻ വേണം, പക്ഷേങ്കിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്ര വഴങ്ങുന്നില്ലെങ്കിൽ അങ്ങനെ നടക്കില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നിങ്ങൾ റിസ്ക് ചെയ്യേണ്ടി വരും. ഞാനിപ്പം പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ട് അഥവാ അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കട നഷ്ടപ്പെട്ടു. പക്ഷെ അത് വന്നു കഴിഞ്ഞാലോ പോവും സക്സസ്. അതൊരു കൈൻഡ് ഓഫ് കാൽക്കുലേറ്റീവ് റിസ്ക്. ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇല്ല പോലെ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ നിങ്ങൾ ഈ മാത്സിൽ മാർക്ക് കുറഞ്ഞോ ചിലപ്പോൾ ഫെയിൽ ആയി വരും, അങ്ങനെല്ലാം പ്രയാസം പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു സ്ട്രാറ്റജി, ഒരു റിസ്ക്, ടേക്ക് ദാറ്റ് ബിഗസ്റ്റ് റിസ്ക് ഓഫ് യുവർ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി വീഡിയോന് ഇമ്പോർട്ടൻസ് കൂടുന്നത്. ആ റിസ്ക് എടുക്കുന്ന ആൾക്കാരെ ലൈഫിൽ നേരെ വിജയിച്ചിട്ടില്ലോ എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയത്. ദാറ്റ് യു ആർ ടേക്കിംഗ് ഇൻ യുവർ ലൈഫ്. ഇഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ഡസൻറ്റ് കം യു ലൂസ് ദാറ്റ് മാർക്ക്. ബട്ട് ഐ സേ നോ റിസ്ക് നോ റിവാർഡ്. എൻ്റെ എപ്പോഴത്തെ ഒരു മോട്ടോ അത്. ഇറ്റ്സ് മൈ പ്രിൻസിപ്പിൾ ദാറ്റ് ഐ ഫോളോ. സോ ഇഫ് യു ആർ സ്ട്രഗിളിങ്, അയ്യോ ഒരു മിനിറ്റാ, എനിക്കുള്ളൊരു അടങ്ങാ റൈറ്റ് ആയില്ല, ഞാൻ ഓഫാക്കട്ടെ സാധനത്തിന്. ഓക്കെ.
സോ ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് മാത്സ്, നിങ്ങൾ മാത്സിൽ കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ടേക്ക് എ റിസ്ക് ആൻഡ് ബി സെലക്റ്റീവ് വൈൽ സ്റ്റഡിങ് ഡിഫിക്കൽട്ട് ആൻഡ് ടഫ് ചാപ്റ്റേഴ്സ് ലൈക്ക് സ്ട്രൈറ്റ് ലൈൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാത്സിൽ അത്യാവശ്യം കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഐ വുഡ് റെക്കമെൻഡ് യു ദാറ്റ് നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ടഫ് പാഠങ്ങളെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ സെലക്റ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് മാത്രം നോക്കി നോക്കി പോവുക. ഇത് പറയുമ്പോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഒരു കൈൻഡ് ഓഫ് മൈറ്റ് സൗണ്ട് വിയേർഡ്. കാരണം എന്താ പറയുക, അത് മാത്രം പഠിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ പൊതുവായിരിക്കും പറഞ്ഞു കൊടുക്കുന്ന ടോപ്പിക്കല്ല. പക്ഷേങ്കിൽ യുനോ ഇപ്പോൾ നിങ്ങൾ എന്താണ് മാത്സിൽ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. മാത്സ് എന്ന് പറയേണ്ടത് എന്തിനാണ് നിങ്ങൾ പ്ലസ് വണ്ണിൽ മാത്സ് എടുത്തതെന്ന് പോലും സയൻസ് എടുത്തതെന്ന് പോലും നിങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടാവില്ല ചില ആൾക്കാർ. അല്ല, ആദ്യം ഭയങ്കര കോൺഫിഡൻസിൽ മാത്സ് എടുത്തു, പക്ഷേ പിന്നെ നോക്കുമ്പോൾ എന്താ മാത്സ് ഒന്നും ചെയ്യാനാകുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എപ്പോഴും ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഐ ഹവ് ടേക്കൺ മെനി റിസ്ക്സ് ഇൻ ലൈഫ്. ഇതിപ്പം ജസ്റ്റ് പഠിത്തത്തിൻ്റെ കാര്യം മാത്രം. ഞാൻ എൻ്റെ ലൈഫിൽ, റിയൽ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കുറേ റിസ്ക്കുകൾ എടുത്തിട്ടുണ്ട്. എന്താണ് ഡേ ടു ഡേ ലൈഫിൽ. ആ റിസ്ക്കുകൾ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡു ഓർ ഡൈ സിറ്റുവേഷൻ. ഇത് നിങ്ങൾ വന്നാലും വന്ന് ഇല്ലെങ്കിൽ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ എന്താ, ഞാൻ പറഞ്ഞ പോലെ 8 ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിക്കും. അതും തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 38-40 മാർക്കിൻ്റെ വകുപ്പായി മൊത്തം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു 12 മാർക്ക് കൂടി, ഒരു 40 മാർക്ക് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്നാൽ 52 ആണ് A+ൻ്റെ മാർക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു 12 മാർക്ക് കൂടി ഈ പറയുന്ന ബാക്കി 6 ചാപ്റ്ററിന് എങ്ങനെയെങ്കിലും ഒന്ന് കറച്ച് എന്താ പറയുക കാച്ചി കുറുക്കിയിട്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ ചോയ്സിൻ്റെ ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം ഉപയോഗിക്കാം. ചോയ്സ് ക്വസ്റ്റൻസിൻ്റെ അതെല്ലാം ഒരു കാച്ചി കുറുക്കിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ 12 മാർക്ക് കൂടി കിട്ടി കഴിഞ്ഞാൽ A+. മാത്സിൽ A+. ഇനി A+ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ A ഗ്രേഡ് ആയാലും നല്ല ഗ്രേഡ് തന്നെയല്ലേ. ഞാൻ എന്താ പറയുക A+നകത്ത് എന്തിനാ ഞാൻ മഹത്വത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. A ഗ്രേഡ് നല്ല മാർക്കാണ്. 45 എബോവ് ബിഗ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ്. ഇന്നത്തെ കാലത്ത് കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ്. കാരണം എക്സാമൊക്കെ ടഫ് ആവുന്നതുകൊണ്ട് നിങ്ങൾ പരമാവധി വിഷയങ്ങൾ എന്ത് ചെയ്യണം? NCERT ക്വസ്റ്റൻസ് തന്നെ ചെയ്യണം. ആ പറയുന്ന 8 പാഠങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ NCERT ക്വസ്റ്റൻസ് കൃത്യമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ആ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള മാർക്കിങ് കിട്ടുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ റിസ്ക് എടുക്കുന്നത് നിന്ന് നോക്കുക, സെലക്റ്റീവായിട്ട് പഠിക്കും. നീ പറയുന്ന ടഫ് ക്വസ്റ്റ്യൻസ് മാത്രം അല്ല, ടഫ് ചാപ്റ്റേഴ്സിൽ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റേ 8 പാഠങ്ങളിൽ നിങ്ങൾ ചത്ത് പഠിക്കണം. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം നിങ്ങൾ ഇവിടെ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അത് കവറപ്പ് ചെയ്യണം. കാരണം ഇവിടുന്ന് അഥവാ നിങ്ങൾക്ക് ഒന്നും മാർക്ക് കിട്ടിയില്ല, അറ്റ്ലീസ്റ്റ് 40 മാർക്ക് നിങ്ങൾ അവിടെ സെക്യൂർ ആക്കി വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിസ് ഇസ് എ ഡു ഓർ ഡൈ സിറ്റുവേഷൻ. അപ്പോൾ എന്താ അവിടെ നിങ്ങൾക്ക് കുഴപ്പമിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ന് പറയേണ്ടത് സെലക്റ്റീവ് ആക്കാൻ പറ്റില്ല. ഇത് സെലക്റ്റീവ് ആക്കി നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ എന്താണ് വാക്കുകൾ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിർബന്ധമായിട്ടും മറ്റേ 8 പാഠങ്ങൾ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറ്റണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത് റിസ്ക് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞുതരാം. റിലേഷൻസ് ഫംഗ്ഷൻസിലെ ഡു ഓർ ഡൈ ക്വസ്റ്റ്യൻ എന്തായാലും എനിക്ക് തോന്നുന്നത് എക്സാമിന് ഇതന്നെ മിക്കവാറും വരാൻ പോകുന്നുള്ളൂ. അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് X ആൻഡ് Y. അതായത് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് X+1, Y+2 = എന്താണ് 1,2 എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ തരാം. അതൊന്ന് X കണ്ടുപിടിക്കുക, Y കണ്ടുപിടിക്കുക. രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക, Xഉം Yയും കണ്ടുപിടിക്കുക. എളുപ്പത്തിലല്ലോ ഇതിൽ നിങ്ങൾക്ക് 2 മാർക്ക് എളുപ്പത്തിൽ കിട്ടും. അതേപോലെ A ഒരു സെറ്റ് തന്നിട്ടുണ്ട്, B ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് A×B. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് വലിയ ആനക്കാര്യം പോലെ റിലേഷൻ ഫംഗ്ഷൻസ് ആക്ച്വലി സമ്മതിക്കേണ്ട. അത് കാൽക്കുലേഷൻ്റെ ഫൗണ്ടേഷൻ നല്ല ടഫിലെ പാഠം തന്നെയാണ് അവിടെ. പക്ഷേ ഇതേത് ആവറേജ് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്നില്ലടോ. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇത്ര വലിയ എന്താ പറയുക തല പിണ്ണാക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ എന്താ പറയുക എന്താണ് 1-3, 1-4, 2-3, 2-4, 3-3, 3-4. അവിടെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ആൻസർ പറഞ്ഞല്ലോടോ. അപ്പോൾ ഇങ്ങൾക്കും ചെയ്യാൻ പറ്റൂലേ? ഓബിയസ്ലി ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. പിന്നെ ഇല്ല എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റിന് കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഈ ഗ്രാഫ് സ്കെച്ചിങ് കുറച്ച് എടുങ്ങാറാണെങ്കിൽ, പക്ഷേ ഈ ക്വസ്റ്റൻ എന്തായാലും വരും. അപ്പോൾ ഇതെന്തായാലും പഠിച്ചൊക്കെ പറ്റുന്ന ആൾക്കാർ ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ ഗ്രാഫ് വരയ്ക്കാനും ഡൊമൈനും റേഞ്ച് ചെയ്തതിന് നിർബന്ധം ഒരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ട്. നിങ്ങളെ ഇവിടെ വന്നിട്ടുണ്ട് മറ്റേ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പഠിത്തത്തിൽ ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്ന രീതിക്ക് പഠിച്ചു നോക്കുക. അടുത്ത ഞാൻ കാണിച്ചു തരാം. ട്രിഗ്നോമെട്രിയിൽ 25 ഡിഗ്രി = അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി = എത്ര റേഡിയൻ, അല്ലെ റേഡിയൻ = ഡിഗ്രി, ആ കൺവേർഷൻ ഉണ്ടല്ലോ അതൊന്ന് നിർബന്ധം ഒരു ക്വസ്റ്റൻ എന്തായാലും. നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് തല പിണ്ണാക്കാന്ന് ഫോർമുലാസ് ഒന്നും എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. sin 75 ഇതിൻ്റെ ഒരു ഇപ്പോൾ sin 45 + 30 വെച്ചിട്ട് sin A+B വെച്ചിട്ട് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ പഠിക്കണം. അത് നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇതിൽ 4 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റിക്കോ. sin 75, cos 75, sin 15, cos 75. ഇതിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ മറ്റേ ക്രിസ്മസ് എക്സാമിന് വന്നാൽ എനിക്ക് ഓർമ്മയില്ല, ഏതാ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ tan x = -5/11, ഫൈൻഡ് ദ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു 3 മാർക്കിന് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൻ്റെ ട്രയാങ്കിൾ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക.
പിന്നെ പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റിന് നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് എന്താണ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു നോക്കുക. sin 5x + sin 3x / cos 5x + cos 3x = tan 4x. ഇതേ ക്വസ്റ്റ്യൻ ഇത് ആക്ച്വലി NCERT ഇല്ല ക്വസ്റ്റ്യൻ ഇത് ഇതേപോലെ വരുവാണെങ്കിൽ ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് അടിച്ചാൽ ഒന്നും നോക്കണ്ട. ഇത് വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചു നോക്കുക, ഇതിൻ്റെ സ്റ്റെപ്പെങ്കിലും പഠിച്ചു നോക്കുക. ഫുൾ മാർക്ക് കിട്ടിയില്ല, ഇതിന് ചിലപ്പോൾ ഒരു 4 മാർക്ക് ആയിരിക്കും, ഒരു അറ്റ്ലീസ്റ്റ് 2 മാർക്കെങ്കിലും എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയില്ലെന്ന് പറയേണ്ടത്. ആ സ്റ്റെപ്പൊക്കെ എഴുതി LHS RHS എങ്ങനെയെങ്കിലും ആ കിട്ടിക്കാൻ നോക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി ഓരോ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ്. ഫുൾ പെർഫെക്റ്റ് ആവുന്നത് എന്നതിലുപരി ഓരോ ടോപ്പിക്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ മാർക്ക് പരമാവധി ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം തന്നെ ഏകദേശം നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ ഗോളിലേക്ക് എത്തിക്കോളും. അപ്പോൾ എന്താ ഇപ്പോൾ ഫെയിൽ ആവുന്ന ഒരാൾക്ക് ഇതെല്ലാം കേൾക്കുമെന്നാണ് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യും, ഏകദേശം എന്താ പറയുക ബോർഡർ കടന്ന് ചിലപ്പോൾ ഒരു 30-40 മാർക്കിലേക്ക് അങ്ങ് എത്തിക്കോളും. ഞാൻ ഈ കറക്റ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ തന്നെ അവർക്കത് വലിയൊരു കാര്യമായിരിക്കും. ഫെയിൽ ആവുന്നൊരു ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ചങ്ങായി അങ്ങ് 30, 35, 40 റേഞ്ചിലേക്ക് ഇറ്റ്സ് ബിഗ് അച്ചീവ്മെൻറ്റ്. ഞാനത് വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾ നീങ്ങും. അതാണ് ട്രിഗ്നോമെട്രീൻ്റെ. പിന്നെ PNC ഞാൻ പറഞ്ഞ പോലെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്തായാലും ഒരു വേർഡ് പ്രോബ്ലം നിർബന്ധമായിട്ട് ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡൻസോ അല്ല വേറെ എന്തെങ്കിലും ഒരു വേർഡ് എന്നിട്ട് അതിൻ്റെ ഓൾ വവൽസ് ടുഗദർ അല്ല ഓൾ വവൽസ് ഡു നോട്ട് ഓക്കർ ടുഗദർ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു നോർമൽ അതിലൊരു ക്വസ്റ്റിനാണ് അവിടെ ഒരു 9 ലെറ്റേഴ്സ് എന്ന് 9 നമ്പർ എന്ന് അതൊന്നും ഒരു 5 ലെറ്റർ വേർഡ് ഫോർമയാണ് അല്ല 5 ലെറ്റർ നമ്പർ ഫോർമയാണോ? ഇത് എളുപ്പത്തിലായിരിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് എൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ക്ലാസ് പോലും നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലേ പോലും നിങ്ങൾക്ക് മനസ്സിലായ ഒരു ക്വസ്റ്റൻ ആയിരിക്കും. അതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചോണം. ആ ബേസിക് ക്വസ്റ്റിന് പിന്നെ ഈ ക്വസ്റ്റിന് പിന്നെ കാർഡ് പ്രോബ്ലം എന്തായാലും വരും, അത് നിങ്ങൾ പഠിച്ചു നോക്കുക. അത് കുറച്ച് പണിയുണ്ട്, കാർഡ് പ്രോബ്ലം പഠിക്കാൻ കുറച്ച് പണിയുണ്ട്, അത് പഠിക്കണം. പിന്നെ ഫൈൻഡ് x if 1/6 factorial + 1/7 factorial = x/8 factorial. ഇതിൽ ഈ പറയുന്ന ക്വസ്റ്റൻ സ്റ്റാൻഡേർഡായിട്ട് ചോദിക്കുന്ന. പിന്നെ നമ്മൾ കമ്മിറ്റീൻ്റെ പ്രോബ്ലം കോമ്പിനേഷൻസിലൊരു ടോപ്പിക്കാണ് കമ്മിറ്റി, ഫോർമിംഗ് കമ്മിറ്റി ഓഫ് 3 women and 2 men, 2 men and 5 women എന്നെല്ലാം പറയുന്ന ആ ക്വസ്റ്റ്യൻസും പഠിച്ചു നോക്കുക. സീക്വൻസ് ആൻഡ് സീരീസിൽ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നിക്കൽ 5 + 55 .. അല്ലെങ്കിൽ 7 + 7 ആ നമ്പർ മാത്രം അറിയാം, പക്ഷേ ചെയ്യേണ്ട പ്രൊസീജിയർ സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നത്. എക്സാമിന് വന്നിരിക്കും, ഇത് ക്രിസ്മസ് എക്സാമിന് വന്നിട്ടില്ലാത്തതിനെ ദേഷ്യം തീർക്കും, ആര് റിവെഞ്ച് എടുത്തിരിക്കും പബ്ലിക് എക്സാമിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരും. പിന്നെന്താ സം ഓഫ് ഫസ്റ്റ് 3 terms ഓഫ് GP is 13/12 ആൻഡ് പ്രൊഡക്റ്റ് is -1 ഫൈൻഡ് ദ കോമൺ റേഷ്യോ ടേംസ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. സം ഈക്വൽ ഇത്ര, പ്രൊഡക്റ്റ് ഈക്വൽ ഇത്ര, ഫൈൻഡ് ദ കോമൺ റേഷ്യോ. ഈ ക്വസ്റ്റ്യൻ വരും. ഹൗ മെനി ടേംസ് ആർ നീഡഡ് ടു ഗിവ് ദ സം. ഇത് ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ട്, പക്ഷേ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വാല്യൂ മാറാണ്ട് റിപ്പീറ്റ് ചെയ്യാം എന്നാണ് സാധ്യതയുണ്ട്. 50% പ്രോബബിലിറ്റി. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യനാണ്, ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതായത് ഇൻസേർട്ട് 3 numbers എന്താണ് ബിറ്റ്വീൻ 1 and 256 സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ GP. ആ ക്വസ്റ്റ്യൻ ഇതെല്ലാം ഇവിടെ ഉണ്ട്, നിങ്ങൾ നോട്ട് ബുക്കിലുണ്ട്. ഇത് നിങ്ങൾ പരതിയിട്ട് കണ്ടുപിടിച്ച് അത് ഇന്ന് മുതൽ സോൾവ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ടാസ്ക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി പറയാം. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ സൊല്യൂഷൻ പോലെ ചെയ്തു തരുന്നതായിരിക്കും. എനിക്ക് എല്ലാം ഒന്നും ചെയ്യാനുള്ള സമയമൊന്നുമില്ല, പക്ഷേങ്കിൽ കാരണം അറിയേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാം, നിങ്ങളെ ബുക്കിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ തന്നെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ എന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർലി ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് എൻ്റെ അടുത്ത് പറയാം. സ്ട്രേറ്റ് ലൈൻസിൽ പോയിന്റ് സ്ലോപ്പ് ഫോം y - y1 = m × x - x1 സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. 2 പോയിന്റ് തന്നിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ സ്ലോപ്പ് കണ്ടുപിടിക്കുക. പിന്നെ y - y1 ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് x + y + c = 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ടാൻ തീറ്റ, അതായത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, 2 ലൈൻസ് എന്നിട്ട് അതിൻ്റെ ടാൻ തീറ്റ ആണ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഈ പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. കോണിക് സെക്ഷൻസ് അത്യാവശ്യം വെയിറ്റേജ് കൂടിയ പാഠമാണ്. എന്തായാലും ഷുവറസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യന് ഇപ്പോൾ എന്താണ് കുറച്ച് ഡേറ്റ, അതായത് ഫൈൻഡ് ദ ഫോസൈ, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ട്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളില്ല. അപ്പോൾ ഒരു എലിപ്സ് എന്തായാലും ഉണ്ടാവും. ഒരു 4 മാർക്കിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആ കാറ്റഗറിയിൽ കാണുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു എലിപ്സ്, ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² / 36 + y² / 16 = 1 എന്തായാലും ക്വസ്റ്റ്യൻ വരും. അതിന് അതിൽ വേറെ എന്നാലും എനിക്ക് സംശയമൊന്നുമില്ല, അത് വന്നിരിക്കും. അതേപോലെ ഇനി അത് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു അനിയൻ ക്വസ്റ്റ്യനാണ് നമ്മളെ പാരബോളേൻ്റെ. ആ പാരബോളേൻ്റെ അതേ സാധനങ്ങൾ തന്നെ എസെൻട്രിസിറ്റി, പിന്നെ എന്താണ് നമ്മളെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഫോസൈ, പിന്നെ വേറെ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ട് എനിക്ക് ഓർമ്മയില്ല. അതെല്ലാം എന്ത് ചെയ്യും, അത് വേണമെങ്കിൽ y² = 16x എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാരബോള വന്നിട്ട് അത് ചോദിക്കും. ഇനി ഇതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ അതിന് അതിൻ്റെ സെൻറ്റർ റേഡിയസും കാണാൻ പറയും. അതാണ് ഇതൊന്നും വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ 6th ഞാനിതിൽ പറഞ്ഞ 6ാമത്തേത് ഓൾമോസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഇൻ +1 ആണ്. ഇത് എന്താണ് നമ്മളെ +2 കാൽക്കുലസിൻ്റെ എന്താണ് ഒരു ഫൗണ്ടേഷൻ്റെ ഒരു അടിത്തറ പാകുന്നൊരു ചാപ്റ്റർ കൂടിയത്. വളരെ ടഫാണ്, ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല, നല്ല ടഫുണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റീൻ്റെ ഒരു ബേസ് കൂടിയാണിത്. നമ്മൾ +2 പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 5 ആണ് +2. ഇവിടെ പക്ഷേ എന്താണ്
അതിൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് ബേസിക് ഡിഫറൻസിയേഷനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെല്ലാം ഒരു കണ്ടിന്യൂറ്റി ഓഫ് എ പോയിന്റ് അല്ല കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷനായിട്ട് പോയിന്റിനെ പറ്റിയിട്ടെല്ലാം നിങ്ങളിങ്ങനെ പഠിച്ച് വരുന്ന ഒരു ഫ്ലോയിലുള്ള ഒരു പാഠമാണ്. ഇതിലിപ്പോൾ ഞാൻ പറയുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ തീ ക്വസ്റ്റ്യനാണ്, തീ ഞാനവിടെ എഴുതിയിട്ടുണ്ടല്ലോ, തീ ക്വസ്റ്റ്യൻ ആയത് എഫ് ഓഫ് എക്സ് ഒന്നിക്കൽ സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ്. ഇനി എക്സാം ടഫ് ആണെങ്കിൽ ടാൻ എക്സ്. ഞാൻ ഒരിക്കലും ടാൻ എക്സ് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതേപോലെ എൻ്റെ പബ്ലിക് എക്സാമിന് അത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എക്സാം ടഫ് ആക്കാനാണ് ഇവർ ഭാവമെങ്കിൽ ടാൻ എക്സ് ആയിരിക്കും വരിക. യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൾ, അത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ സൈൻ എക്സ് കോസ് എക്സ് പിന്നെ ഭാഗ്യക്കേടിനാണ് എമർജൻസി കേടിൻ്റെ ടാൻ എക്സ് കൂടി പഠിച്ചു നോക്കുക. ഏതെങ്കിലും ഒന്ന് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേര് സൂര്യകിരൺ സി സി എന്നായിരിക്കില്ല. പിന്നെ എളുപ്പത്തിലുള്ള ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. ജസ്റ്റ് നിങ്ങൾ 1 ഇട്ട് കൊടുത്താൽ മതി. 1 - 2 ഡിവൈഡ് ബൈ 1 - 3 -1 ഡിവൈഡ് ബൈ -2 ഈക്വൽ 1/2. സിമ്പിളായിട്ട് വെറുതെ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ വാല്യൂ എക്സിന് പകരം വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടി. ബട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറിയില്ലേ ഡോണ്ട് നോ വാട്ട് ടു സേ. പിന്നെ ഇല്ലത് ഇതാ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് പ്ലസ് 2. ഇതൊന്നും നിങ്ങൾക്ക് എന്താ പറയുക കാണുമ്പോൾ തന്നെ എത്ര എളുപ്പത്തിൽ നിങ്ങളൊന്ന് ആ ഫീല് വരട്ടെ. നിങ്ങൾക്ക് സാധനം കാണുമ്പോൾ തന്നെ എത്ര എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ഇതല്ലോ. ഇതൊന്നും നിങ്ങൾക്ക് എന്താണ് വെറുതെ നിങ്ങൾ മാർക്ക് നഷ്ടപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങളെ പറ്റി ഞാൻ എന്താ പറയണ്ടേ? ഏതാ 2 + 2 = 4. 2 മാർക്കാണ് കിട്ടും നിങ്ങൾക്ക് ലോസൻസിനല്ലോ. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് = 1. ഇത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. സൈൻ എക്സ് ബൈ എക്സ് = 1. പിന്നെ അല്ലെങ്കിൽ വേറെ വരുന്നത് ഒരു മാർക്കിന് വരും. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos x ബൈ എക്സ് = 1. അപ്പോൾ എന്താ =1. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരും. അത് =1 എന്നങ്ങ് എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടിക്കോളൂ. ഫൈനൽ ആൻസർ എന്നാൽ ഫുൾ മാർക്ക് കിട്ടിക്കോളും. അപ്പോൾ യെസ് സ്റ്റേ ഹാർഡ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനില്ല. നിങ്ങൾ പറഞ്ഞ പോലെ എന്താ റിസ്ക് എടുക്കുക. ഞാൻ പറഞ്ഞ 8 പാഠങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് എന്താണ് പഠിച്ചു വെക്കുക. പിന്നെ അത് എന്താണ് അതിന് ഏത് ചോദ്യം വന്നേ ചെയ്യാൻ പറ്റുകയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സെലക്റ്റീവായിട്ട് ടഫ് ഞാൻ ഈ കാറ്റഗറൈസ് ചെയ്ത് ടഫ് പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പരമാവധി എന്താണ് ഒരു പ്രാവശ്യം ഒന്നും എന്താ ചെയ്താലൊന്നും മനസ്സിലല്ലേ. നല്ല ടഫിലെ പ്രോബ്ലംസ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എപ്പോഴും എക്സാമിന് വരുന്നതാണ് സ്ഥിരമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഒന്ന് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുക, കൂടുതൽ പ്രാവശ്യം നമ്മൾ എഴുതും തോറും നമ്മുടെ മൈൻഡിൽ അടങ്ങിയ ഒരു മസിൽ മെമ്മറി കണക്ഷൻ വഴി മൈൻഡിൽ അടങ്ങി സ്റ്റോർ ആയിക്കോളൂ. ഞാനെപ്പോഴും അങ്ങനെ ചെയ്യല്. എഴുതിയ സംഭവം തന്നെ പിന്നെയും ചെയ്തെന്നൊരു കൈ തയഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും എഴുതിയിട്ട്. ബാൻഡേജ് ഇട്ടിട്ട് ഞാൻ പലപ്പോഴും പരീക്ഷ എഴുതൽ. പക്ഷെ അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്കൂളിലെ ടോപ്പർ ആവാൻ. അതൊക്കെ ആക്ച്വലി ഒരു ട്രിക്സാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോളാം, ഈ പറഞ്ഞ സ്ട്രാറ്റജിയിൽ നീങ്ങി കഴിഞ്ഞാൽ ഐ എം ഷുവർ ഒരു 45 to 52 റേഞ്ചിന് ഇടയിലുള്ള മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി കൃത്യമായിട്ട് നിങ്ങളെ റിസ്ക് എടുത്ത്. പക്ഷേ റിസ്ക് എടുത്താൽ മാത്രം പോരാ, വെറുതെ എന്ന് പറയേണ്ടത് റിസ്ക് എടുക്കുന്ന ആളെന്ന് പറയുക ഒരു പ്ലാനിങ് ഇല്ലാണ്ട് റിസ്ക് എടുക്കുന്ന ആൾ നമ്മൾ ഐ കോളേജ് മീൻസ് എൻ ഇഡിയറ്റ് എന്നാണ്. പക്ഷേ നിങ്ങൾ കാൽക്കുലേറ്റീവായിട്ട് റിസ്ക് എടുക്കണമെങ്കിൽ യു ആർ എ ഹീറോ. അപ്പോൾ എന്താണ് ആ ലോജിക്ക് വെച്ച് മനസ്സിലാക്കുക. അപ്പോൾ അത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനും നിങ്ങൾ നല്ലോണം പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഇൻഷാ അല്ലാഹ്.